ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് റിംജിം ത്രെഡ് ഉപയോഗിച്ചിട്ട് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റിംജിം ത്രെഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തത് ചെയിൻ സ്റ്റിച്ച് ആയിരുന്നു. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ബോർഡിനകത്ത് ഒരു പൂവിൻ്റെ ഇതളുകൾ പോലെ 3 എണ്ണം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒറ്റ ഇഴയായിട്ട് എടുത്തിട്ട് സൂചിയിൽ കോർത്ത് കൊടുത്തിരിക്കുന്നത് നമ്പർ 6 ആണ് സൂചി എടുത്തിരിക്കുന്നത്. ഒരറ്റത്ത് മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് കുത്തി എടുത്തിട്ടുണ്ട്. ഇനി മുമ്പ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് എംബ്രോയ്ഡറി ചെയ്യുന്നത് കാണിച്ചായിരുന്നു രംഗോലി ത്രെഡ് വെച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ അടുപ്പിച്ച് തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഒരടിയിൽ നിന്നാണ് നമ്മൾ തുന്നണത്. സാറ്റിൻ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1/4 ഇഞ്ചിൽ കൂടുതൽ വീതി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 1/4 ഇഞ്ചിൽ കൂടുതൽ വീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കില്ല, അതിങ്ങനെ ലൂസായിട്ട് പോരും. അപ്പോൾ ഇതാണെങ്കിൽ കറക്റ്റ് ഇതായിട്ട് ഇരുന്നോളും. പിന്നെ എത്ര നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് ആക്കാവുന്നതാണ്. വീതിയാണ് നമുക്ക് 1/4 ഇഞ്ചിൽ കൂടാത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരറ്റത്ത് നിന്നും മുകളിലേക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നീളത്തിൽ ചെയ്യാണ്ട് വീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് താഴേക്ക് സൂചി ഇറക്കിയതിന് ശേഷം കെട്ടിട്ട് കൊടുക്കേണ്ട. അപ്പോൾ നമ്മൾ ഏതൊരു ത്രെഡ് വെച്ചിട്ടും ചെയ്യണ പോലെ തന്നെയാണ് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ കെട്ടിടുന്നതും ചെയ്യണതും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാത്രമല്ല, ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് ഈ ത്രെഡ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാറ്റിൻ സ്റ്റിച്ച് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ 3 എണ്ണം ചെയ്തതിന് ശേഷം നമുക്കൊരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ പകർത്തി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഫ്ലവർ ഡിസൈനാണ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് അതിനകത്ത് ചെയ്തെടുക്കാം കേട്ടോ. ഏത് കളറിനകത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്, ഏത് ഡിസൈനിലും ചെയ്യാം. അപ്പോൾ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് മാത്രമല്ല യൂസ് ചെയ്യുന്നത് അതിനകത്ത്, ലീവ് സ്റ്റിച്ച് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യാം, സ്റ്റം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ഞാനിവിടെ പൂർത്തീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റിച്ചും എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് നമ്മുടെ ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.